ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞാൻ നിങ്ങളെ രാവിലെ കാണിക്കുന്നത് ദേവുവിൻ്റെ തലമുടി കെട്ടുന്ന ഒരു സ്റ്റൈലാട്ടോ. എനിക്കിത് വലിയൊരു ടാസ്ക്കാണ്. രാവിലെ നല്ല സമയം എടുക്കും ഇവളുടെ മുടി ചീകിക്കെട്ടാൻ. ഒന്നാമത് എന്ത് ചെയ്താലും ഒതുങ്ങിയിരിക്കാത്ത ഒരു സൈസ് മുടിയാട്ടോ ഇത്. അപ്പം എല്ലാ ദിവസവും 2 സൈഡിൽ പിന്നി കെട്ടുക നമ്മൾ ചെയ്യാറ്. പക്ഷേ ഇന്നൊരു വ്യത്യസ്തമായ രീതി പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം മുടി ആദ്യം നന്നായിട്ട് ചീകിയിട്ട് പോണി ടെയിൽ കെട്ടുക, 1 സൈഡായിട്ട് പൊക്കി കെട്ടി മുടി. എന്നിട്ട് അതിനെ 2 ഭാഗമായിട്ട് എടുക്കും. എന്നിട്ട് 2 ഭാഗവും സെപ്പറേറ്റ് ആയിട്ട് ചെറിയ പിന്നലായിട്ട് പിന്നിയെടുക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു സ്റ്റൈല്. അങ്ങനെ 2 സൈഡും ഒരുപോലെ പിന്നിയെടുത്തിട്ട് 2 സൈഡും ബുഷിട്ട് നമ്മൾ കെട്ടും. ഒരു 10 മിനിറ്റ് മതി കേട്ടോ. 10 മിനിറ്റ് പോലും വേണ്ട, 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് കെട്ടിയെടുക്കും. നന്നായിട്ട് ഫിനിഷിംഗ് ആയിട്ട് മുടി ഇരുന്നോളും. നല്ല ഭംഗിയായിട്ടിരിക്കും. ഒരു വ്യത്യസ്തതയും ഉണ്ടാകും. എന്നാൽ യൂണിഫോമിന് നന്നായിട്ട് മാച്ച് ആവുകയും ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈലാട്ടോ ഇത്. നിങ്ങൾക്ക് ഈ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു? നിങ്ങളൊക്കെ ഇങ്ങനെ കെട്ടാറുണ്ടായിരിക്കുമല്ലേ? ഞാനിത് ആദ്യമായിട്ടാട്ടോ കെട്ടുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്നും കെട്ടുന്നതിനൊരു വ്യത്യസ്തതയുണ്ടല്ലോ അല്ലേ? പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇന്നത്തെ എൻ്റെ ലഞ്ച് ബോക്സ് ആട്ടോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഞാൻ എന്നും ചോറ് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അതിലൊരു വ്യത്യസ്തതയില്ല. കറികൾക്ക് മാത്രമേ വ്യത്യാസം ഉണ്ടാവാറുള്ളൂ. കാരണം ചോറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. വെള്ളച്ചോറാട്ടോ ഇത്. എനിക്ക് വെള്ളച്ചോറ് അത്ര വലിയ ഇഷ്ടമില്ല. എന്നാലും ബാക്കി വീട്ടിലെല്ലാവർക്കും വെള്ളച്ചോറാണ് ഇഷ്ടം എന്നുള്ളതുകൊണ്ട് ഞാൻ വെള്ളച്ചോറ് എടുത്തു. അതിൻ്റെ കൂടെ കുറച്ച് വൻപയർ തോരനാണ് കേട്ടോ ഇന്നുണ്ടായിരുന്നത്. എളുപ്പത്തിൽ വെക്കാവുന്ന ഒരു തോരനാണെന്നുകൊണ്ട് തന്നെ വൻപയർ തോരനുണ്ടായിരുന്നു. പിന്നെ പപ്പടം വേറെ പാത്രത്തിലൊക്കെ വെക്കുന്നതാണ് നല്ലത്. നല്ല ചൂടായിട്ടിരിക്കും. പക്ഷേ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കേട്ടോ വെച്ചത്. തണുത്തിരിക്കും, എന്നാലും കുഴപ്പമില്ല, ഞാൻ കഴിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായിരുന്നത് കുറച്ച് കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ് കേട്ടോ. കിഴങ്ങ് മെഴുക്കുവരട്ടിയല്ല, കിഴങ്ങ് വറുത്തത്. പിന്നെ കുറച്ച് സാമ്പാറുണ്ടായിരുന്നു. സാധാരണ സാമ്പാറൊന്നും ഞാൻ കൊണ്ടുപോകാറില്ല. ചാറുകറികളൊന്നും തന്നെ കൊണ്ടുപോകാറില്ല. എന്തെങ്കിലും തോരനും ചമ്മന്തിയൊക്കെ മാത്രമേ ഞാൻ കൊണ്ടുപോകാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.